സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധനെയും പരിശുദ്ധനായ പരമപിതാവേ, നന്ദി 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 നന്ദിയോടെ വാഴ്ത്തുന്നപ്പോൾ അപ്പൻ്റെ പാദപീഠത്തിൽ മകനായിരുന്നുകൊണ്ട് മക്കളായിരുന്നു പ്രിയ മകനായിരുന്നുകൊണ്ട് അപ്പയെ നന്ദിയോടെ വാഴ്ത്തുന്നപ്പ. അപ്പയുടെ സുവിശേഷമാണല്ലപ്പ അപ്പ നടത്തുന്നപ്പ. അപ്പ ഇന്നത്തെ സുവിശേഷം അപ്പയാണല്ലോ നടത്തുന്ന കർത്താവേ. ഇന്നത്തെ സുവിശേഷത്തിന് വേണ്ട വചനങ്ങൾ അങ്ങാടിയൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്തുകൊണ്ട് എന്താണ് വേണ്ടെന്ന് അപ്പം തന്നെ സംസാരിക്കണം. ജഡത്തിൽ നിന്ന് ഒന്നും സംസാരിക്കില്ല കർത്താവേ. അങ്ങ് തന്നെ അടിയൻ്റെ ഹൃദയത്തിൽ നിന്ന് വാസം ചെയ്തുകൊണ്ട് അങ്ങ് തന്നെ സംസാരിക്കണം. ഇന്നത്തെ ചിന്താവിഷയത്തിൽ എന്തൊക്കെ വേണം അപ്പം തന്നെ വന്ന് സംസാരിക്കണം കർത്താവേ. ആരൊക്കെയോ ചാനലുകൾ ഈ സുവിശേഷം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെല്ലാം എൻ്റെ യേശു കർത്താവ് കടന്നു ചെന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അവരെ ആത്മീയമായി ബലപ്പെടുത്തണം, ശക്തിയുമായി ബലപ്പെടുത്തണം, ഭൗതികമായി ബലപ്പെടുത്തണം. അവരെന്തെല്ലാം വിഷയത്തോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ ഇരിക്കുന്ന കർത്താവെ, അവരെല്ലാം എൻ്റെ രാജാതിരാജൻ കർത്താവ് ഉള്ളങ്ങളിൽ വാസം ചെയ്തുകൊണ്ട് അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട നന്മകളെല്ലാം കൊടുത്തുകൊണ്ട് അവരപ്പൻ്റെ കേട്ടുകൊണ്ട് സകലവരെയും അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനും പ്രാർത്ഥന മധ്യറങ്ങി വന്നതിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ ആമേൻ. എൻ്റെ ദൈവജനമേ, ജീസസ് ബ്രൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധൻ ആരാണ്, പരിശുദ്ധം എന്നാലെന്ത്? എൻ്റെ ദൈവമേ, പരിശുദ്ധം ആരാണ്, പരിശുദ്ധം എന്നാലെന്താണ്? നമ്മൾ സഭയ്ക്ക് പോകുന്നതാണ് പരിശുദ്ധം, അതാ സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നതാണ് പരിശുദ്ധം. നമ്മൾ സകലപേരും പരിശുദ്ധത്തോടെ നമ്മൾ ദൈവത്തെ ആലയത്തിൽ ചെല്ലുന്നവരാണ്. എന്താണ് പരിശുദ്ധം? ഞായറാഴ്ച പരിശുദ്ധത്തിൽ ചെന്ന് 10 മണിക്ക് ആരാധന പങ്കെടുക്കും, 12 മണി 1 മണി എത്തിയിരുന്നു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇത് പരിശുദ്ധമാണ്. അല്ല വേറെന്താണ് പരിശുദ്ധം? അല്ല മുടക്കമില്ലാതെ എല്ലാ ഞായറാഴ്ചയും സഭയ്ക്കകത്ത് പോകുന്നതാണ് പരിശുദ്ധം. അല്ല ആരാധന ചെയ്യുന്നതാണ് പരിശുദ്ധം. സുവിശേഷം ചെയ്യുന്നതാണ് പരിശുദ്ധം. അല്ല നന്മകൾ ചെയ്യുന്നതാണ് പരിശുദ്ധം. എന്താണ് പരിശുദ്ധം? എന്താണ്? ദേവാലയത്തിനകത്ത് ചെന്ന് നിശബ്ദതയായിട്ടിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു, അതാണ് പരിശുദ്ധം. അല്ല ദൈവത്തിന് വേണ്ട ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, അതാണ് പരിശുദ്ധം. അല്ല ബൈബിൾ 1 തൊട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുന്നത് അതിനെ 10 പ്രാവശ്യം വായിച്ചു, 20 പ്രാവശ്യം വായിച്ചു, 100 പ്രാവശ്യം വായിച്ചു, അതിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാൻ റെഡി. അതാണ് പരിശുദ്ധം. അല്ല ദൈവമക്കളെ, എന്താണ് പരിശുദ്ധം? എല്ലാവരും പറയും ഞാൻ ആഴ്ചതോറും ഒരു മുടക്കവുമില്ല, ഞാൻ കറക്റ്റായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ സഭയിൽ പോകുന്നതാണ്, ഒരു മുടക്കവുമില്ല. ഞായറാഴ്ച പോകും, വേണമെങ്കിൽ ബുധനാഴ്ച പോകും, വേണ്ടി വന്നാൽ വെള്ളിയാഴ്ച പോകും, എന്തെല്ലാം. പിന്നെ വേറെ എവിടെയൊക്കെ പോകാനുള്ളൂ അവിടെയെല്ലാം ഞാൻ പോകും. അത് കൂടാതെ നേർച്ചകൾ ചെയ്യും. നേർച്ചകൾ എന്താണ് ചെയ്യുന്നത്? 100 കിലോമീറ്റർ നടന്ന് നേർച്ചകൾ ചെയ്യും. അതിന് കൂടുതൽ വേറെ നേർച്ചകൾ ചെയ്യും. ചിലവർ മുട്ടയടിച്ച് ചെയ്യുന്നുണ്ട്, ചിലർ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് കൊണ്ട് ചെയ്യും. പണ്ട് ശബരിമലയിൽ നമ്മളൊക്കെ പോയിട്ടുണ്ട് കർത്താവ്. ഞാൻ പണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ട്. 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് ഞങ്ങൾ പോകും. 40 ദിവസം വ്രതം എടുത്തുകൊണ്ട് ശബരിമലയിൽ പോയിട്ട് അവിടെ എന്താണ് ഞാൻ ചെയ്തത്? ആ കാലത്ത് അന്ന് ഈ റോഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഈ മാലയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് വില പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാനൊക്കെ ചെയ്തത് മോഷണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാല എടുത്തുകൊണ്ട് മോഷ്ടിക്കുന്നത് ആ കാലഘട്ടത്തിൽ. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചിട്ട് ഓപ്പൺ സ്ഥലം, ഒരു സൈഡിൽ കൂടി കാപ്പ് കുടിക്കും, ആ സൈഡിൽ കൂടി പുറത്ത് വരും. നമുക്കതിനെക്കുറിച്ച് അറിയാം. 41 ദിവസം മീൻ കഴിച്ചുകൂടാ, കഞ്ഞി കുടിച്ചുകൂടാ, പഴിഞ്ഞു കുടിച്ചുകൂടാ, ബാക്കി എല്ലാ പോകൃതനങ്ങളും കാണിക്കും. അതോടെ തീർന്നു. 41 ദിവസം കഴിഞ്ഞ് വരുന്ന വഴിയിൽ തന്നെ ഏതെങ്കിലും ബാറിൽ കയറി കുപ്പി എടുത്തും കൊണ്ട് ഇവിടെ വന്ന് ഒരാചാരം എന്താണ്? തേങ്ങ അടിച്ചിട്ട് വേണം അകത്ത്. ഇത് വരുമ്പോഴേ ഒഴിച്ച് മദ്യം കഴിച്ചിട്ടാണ് വന്നത്. ഇതാണ് പരിശുദ്ധം. 41 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതുവരെ എന്തൊക്കെ അവൻ ഉപേക്ഷിച്ചിരുന്നു അതെല്ലാം 41 ദിവസം കഴിയിട്ട് പുറത്ത് വരും. അതുവരെയ്ക്ക് ആ വീട്ടിനകത്ത് അവൻ മദ്യപിക്കില്ല, ബീഡി കുടിക്കില്ല, അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, കമ്പനി അടിക്കില്ല, എല്ലാം ചെയ്തു. ആ 41 ദിവസം പുറത്ത് വന്ന ഉടനെ ആവശ്യമില്ലാത്ത പ്രവൃത്തികളെല്ലാം ആ വീട്ടിനകത്ത് കാണിക്കും. ആ വീട്ടിനകത്ത് 41 ദിവസം വരെയാണ് സമാധാനം. അത് കഴിഞ്ഞ് സമാധാനം. അപ്പോൾ അവൻ്റെ എന്താണ്? ഇത് പരിശുദ്ധം. അപ്പം നമ്മൾ സഭകളിൽ എന്താണ് ചെയ്യുന്നത്? ഇവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? പാസ്റ്റർ പറയും നിങ്ങൾ 21 ആഴ്ച നിങ്ങൾ കറക്റ്റാണ് വരികയും നിങ്ങൾ പരിശുദ്ധത്തോടെ. എന്താണ് ആരാണ് പരിശുദ്ധം? എന്താണ് പരിശുദ്ധം? രാവിലെ ബുക്കെടുത്ത് ബൈബിൾ വായിക്കുന്ന പരിശുദ്ധം. അത് രാവിലെ മോശയെ ചീനാമലയിൽ വരാൻ പറഞ്ഞു.
ആ 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ദൈവം ആരും നീ വരരുത്, ഒറ്റയ്ക്ക് നീ വരാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് അതുപോലെ അതിരാവിലെ കഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് പരിശുദ്ധം. പിന്നെ എന്താണ് പരിശുദ്ധം? നിങ്ങൾ തന്നെ പറയും. പരിശുദ്ധം പരിശുദ്ധം പരിശുദ്ധം. അതിരാവിലെ വായിച്ച് ബൈബിൾ വായിച്ച് ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്, ഇതാണ് പരിശുദ്ധം. പിന്നെ എന്താണ് പരിശുദ്ധം? ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് പരിശുദ്ധം. റോട്ടിൽ പോയിട്ട് കോവിൽ അവിടെ ഇരിക്കുമ്പോൾ അപ്പാ എനിക്ക് ദാനധർമ്മം ഒരാൾ വിളിക്കുകയാണ്, അപ്പാ എനിക്ക് വല്ലതും തരണേ. തിരിഞ്ഞ് നോക്കുമ്പം എന്താണ്, അവൻ അപ്പനായതുകൊണ്ടാണോ നോക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ഇവിടെ തിരിഞ്ഞ് ഏത് കുറവുണ്ടെന്ന് നോക്കിയിട്ട് വരുന്നതിന് അതിൽ ഏറ്റവും കുറവുള്ള കൊടുത്ത് അത് ധർമ്മം ചോദിക്കും. എന്താണ് കൊടുക്കുന്നത്? അവൻ അപ്പാന്ന് എന്നെ വിളിച്ചത് എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞങ്ങൾ. അതേസമയം നമ്മളൊരു മകനാണ്, നമ്മൾ വിളിക്കുകയാണ് അപ്പാ എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ പിള്ളേർ അവർക്ക് എന്തിരി കാണും. അപ്പം അതിന് വ്യത്യാസം കണ്ടു. അപ്പം നമ്മൾ മകനായതുകൊണ്ട് ഇത് പരിശുദ്ധവും. അപ്പം നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം നമ്മളെന്താണ്, നമ്മൾ ആ മകനാവുമ്പോഴാണ് നമുക്ക് പരിശുദ്ധമാണ്. അപ്പോൾ അതിന് നാം എന്ത് ചെയ്യണം? രാവിലെ എഴുച്ച് വായിച്ചും പള്ളിയിൽ പോയി ഞായറാഴ്ച പോയും അതൊന്നും അല്ല പരിശുദ്ധം. പാസ്റ്റർ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പാത്രം കഴുകാത്തത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് പരിശുദ്ധം വരാത്തത്, എന്തിനോ ഒരു കുറവുള്ളതോ. ഇതാണ് പരിശുദ്ധം ഇതല്ല, നിങ്ങളെ പറ്റിക്കുകയാണ്. പരിശുദ്ധം പറഞ്ഞപ്പോൾ എന്താണ് പരിശുദ്ധം? അവൻ തന്നെയാണ് പരിശുദ്ധം. വചനം എന്ത് പറയാൻ? എബ്രായർ 12:14 എന്താണ്? പരിശുദ്ധം കൂടാതെ ആരും ദൈവത്തെ ദർശിക്കാൻ കഴിയത്തില്ല. ആരാണ് പരിശുദ്ധം? കർത്താവ് തന്നെയാണ് പരിശുദ്ധൻ. അവൻ നമ്മുടെ ഹൃദയത്തിൽ വരണം, അവനാണ് പരിശുദ്ധം. അല്ലാതെ രാവിലെ വന്നും കൊണ്ട് വായിക്കണം, 22 പ്രാവശ്യം വായിക്കണതും 3 പ്രാവശ്യം ബൈബിൾ, രാവിലെ വായന, ഉച്ചയ്ക്ക് വായന, രാത്രി വായന, ഇതൊന്നും അല്ല പരിശുദ്ധം. പരിശുദ്ധം എന്താണ്? യേശു കർത്താവ്, രാജാതിരാജൻ, കർത്താതികർത്തൻ നമ്മുടെ ഹൃദയത്തിൽ വരണം. അപ്പം അതിനെന്ത് ചെയ്യണം? ആ കർത്താവിനും വീണ്ടും ഒരുത്തൻ ജനിക്കണം. ജനിക്കാതെ ഒരുത്തനും ദൈവരാജ്യം സമീപിക്കാൻ കഴിയത്തില്ല. നിക്കോത്തുമിയസ് ആ കാലഘട്ടത്തിൽ പഠിത്തത്തിൽ മിടുക്കൻ, പണ്ഡിതൻ, പാമരൻ, നല്ല വ്യക്തി, എല്ലാ വചനത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം, എന്ത് അറിയാൻ പറ്റും. ആ കാലഘട്ടം നല്ല വ്യക്തിയാണ്, ദാനധർമ്മത്തിലും മിടുക്കൻ, എല്ലാ കാര്യങ്ങളും വയ്ക്കും. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത്. ഇവൻ ദൈവപുത്രനല്ല എന്നുണ്ടെങ്കിൽ ഇവൻ അത്ഭുതങ്ങളും അതിശയം ചെയ്യൂല എന്നും യേശുവിൻ്റെ അടുത്ത് നിക്കോത്തുമേസ്. അപ്പം നിക്കോത്തുമേസിൻ്റെ അടുത്ത് പറയുകയാണ്, നിക്കോത്തുമേസേ, നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യം സമീപിക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവെ, അതെങ്ങനെ വീണ്ടും ജനിക്കണോ? ഇത് ഒരു അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കാൻ പറ്റും. അങ്ങനെ യോഹന്നാൻ 1:5-6-7 ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. വീണ്ടും ജനിക്കണോ? വീണ്ടും എങ്ങനെ ജനിക്കാൻ പറ്റും? അപ്പം പഴയ പഴയ നിയമത്തിൽ ഇതുണ്ട്. ഇത് നിക്കോത്തുമേസിന് അറിഞ്ഞില്ല. എഗേസിക്കൽ 36:26 കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുതിയ ഹൃദയത്തിനെ തന്നുകൊണ്ട് നിങ്ങളുടെ പഴയ ഹൃദയത്തിന് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ പകർന്ന് എൻ്റെ വെള്ളം നിങ്ങൾക്ക് തളിച്ചുകൊണ്ട് എൻ്റെ വഴികൾ നിങ്ങളിൽ നടത്തും. അപ്പോൾ വെള്ളം തളിപ്പിച്ച സ്നാനത്തിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത്. ഇത് അവന് അറിഞ്ഞുകൂടാ. പഴയ നിയമത്തിൽ കിടക്കുന്ന കാര്യം നിക്കോത്തുമേസിന് അറിയാൻ കഴിയത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ വിഷയം. അപ്പം ഒരുത്തൻ മറുപടിയും ജനിക്കാതെ ഒരിക്കലും പരിശുദ്ധ ലഭിക്കാൻ കഴിയത്തില്ല. അല്ലാതെ എന്താ പറയുമ്പോൾ 1 പത്രോസ് 2:1 ആകയാൽ നിങ്ങളുടെ സകല ദുഷ്ടതയും കളഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, അതുപോലെ തന്നെ അസൂയ, ഹൃദയത്തിലുള്ള ചിന്തകളായ ഇരമ്യ 17:9 പറയുന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയമോ കഠിന ഹൃദയം, ആ കഠിന ഹൃദയത്തിനെ വെച്ചും കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ യേശുവും പറഞ്ഞിട്ടുണ്ട്, മാർക്കോസ് 7:21 മനുഷ്യൻ്റെ ഹൃദയമോ ഇങ്ങനത്തെ ഹൃദയം, വ്യഭിചാരം, കള്ളത്തനം, മോഷണം, അങ്ങനെ പല കാര്യങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഹൃദയങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹൃദയത്തിന് മാറ്റാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഒരു പാസ്റ്ററെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? അല്ല ആഴ്ച തോറും മാറ്റാൻ പറ്റുമോ? നിങ്ങൾ 21 ആഴ്ച തോറും സഭയിൽ പോയാൽ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. എത്ര ലോകത്തെ ഏത് വിദഗ്ധമെന്ന് വെച്ചാൽ മാറ്റാൻ കഴിയത്തില്ല. ആ യേശു രാജാതിരാജൻ, കർത്താതികർത്തൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസന ചെയ്യാതെ പരിശുദ്ധ ലഭിക്കും. അവൻ തന്നെയാണ് പരിശുദ്ധൻ. അതാണ് ലേഖ്യ പുസ്തകം 26:20-26 ഞാൻ പരിശുദ്ധവനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പരിശുദ്ധം. അതിനൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് നല്ല ഉച്ച സമയത്തൊന്നും കൊണ്ട് ഇക്കരെ നിന്ന് അക്കരെ നോക്കുക. അക്കരെ നോക്കുമ്പോൾ എന്താണ്? ആ നീല വെള്ളം, ആകാശം ആ വെള്ളത്തിൽ കാണും. എന്താണ്? ആകാശവും നീല,
രണ്ടും ഒന്ന് സമമായിരിക്കും. എന്താണ് അവിടെ ഒന്നുപോലെ കാണുന്നത്? അതേസമയം ആ വെള്ളത്തിന് പകരം അവിടെ കലക്കം വെള്ളമാണെന്നുണ്ടെങ്കിൽ ആകാശത്തിനെ കാണാൻ പറ്റും? എന്താണ് കലക്ക വെള്ളം, കലങ്ങിയ വെള്ളം കാണാൻ. അതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കലക്കം, ഈ ഹൃദയത്തിനെ വെച്ചുകൊണ്ട് ഇരമ്യ പറഞ്ഞതുപോലെ, മാർക്കോസിലും പറഞ്ഞ പോലെ, ഈ ഹൃദയത്തിനെ വെച്ചും കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഹൃദയത്തിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ രാജാതിരാജൻ കർത്താതി കർത്താൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണം. അപ്പം നാം എന്ത് ചെയ്യണം? നാം വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ഒരുത്തരും പരിശുദ്ധരിക്കുക. പരിശുദ്ധൻ ആരാണ്? യേശു തന്നെയാണ് പരിശുദ്ധൻ. ആ പരിശുദ്ധനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധരാവാൻ കഴിയത്തില്ല. അപ്പം നാം എന്ത് ചെയ്യുന്നു? അപ്പോസ്തലർ 2:38 പറയുന്നത് പോലെ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പാപമോചനം ഏറ്റുപറയുമ്പോൾ നമ്മൾ ആരായി കഴിഞ്ഞു? മകനായി കഴിഞ്ഞു, മക്കളായി കഴിഞ്ഞു, വീണ്ടും ജനിച്ചു കഴിഞ്ഞു. നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മകനായി കഴിഞ്ഞു, മക്കളായി കഴിഞ്ഞു, പരിശുദ്ധം വന്നു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ജനിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി, നമ്മൾ പുതിയ സൃഷ്ടിയായി, മകനായി, മക്കളായി കഴിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധം വന്നു കഴിഞ്ഞത്. വേറെ അല്ലാതെ നമ്മളെ വേറെ എന്ത് ചെയ്താലും അതിന് വചനമുണ്ട്. യോഹന്നാൻ 16:8 പറഞ്ഞു, അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തിൽ വെളിപ്പെടുത്തി. അവരെന്ന് വെച്ചാൽ ആരാണ്? യേശു തന്നെയാണ് അവൻ. അവൻ വന്ന് പാവം, ഇത് പാപമാണെന്ന് നമ്മളെ ബോധ്യപ്പെടും. നമ്മൾ പാവം ചെയ്യാൻ പോകും, ഇത് പാവമാണ്, ചെയ്യരുത്, മകനെ മകളെ ഇത് പാവമാണ്, ഇത് ചെയ്യരുത്, നമ്മൾ ബോധ്യപ്പെടും. നീതിയെക്കുറിച്ച്, ഇതാണ് നീതി, ഇതാണ് ന്യായം, ലോകത്തെ ആരാണ്? നമ്മൾ ഈ ലോകത്തിലാണ് ഇരിക്കുന്നത്. അതാണ് അവിടെ അവൻ വന്നു, യേശു വന്നു പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തിൽ വെളിപ്പെടുത്തി. നമ്മൾ ലോകത്തിലല്ലേ ജീവിക്കും, നമുക്ക് വെളിപ്പെടുത്തും. അപ്പം എന്താണ് പാവം എന്താണെന്നും നീതി എന്താണെന്നും യേശു വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും. അപ്പോൾ ആ പരിശുദ്ധനായ ദൈവം നമുക്ക് ഉള്ളിൽ വരണം വന്നത്. അത് തന്നെയാണ് 1 കൊരിന്ത്യർ 1:30 പറയുന്നുണ്ട്. എന്താണ്? യേശു ക്രിസ്തുവോ ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും പരിശുദ്ധവും വീണ്ടെടുപ്പുമായി തീരുന്നു. ആരാണ്? യേശു ക്രിസ്തുവോ ദൈവത്തിൽ നിന്നും പിതാവിൽ നിന്നും ജ്ഞാനവും നീതിയും പരിശുദ്ധം. അപ്പം പരിശുദ്ധം എവിടെ നിന്നാണ് വരുന്നത്? യേശു ക്രിസ്തുയാണ് പരിശുദ്ധൻ. നമുക്ക് വീണ്ടെടുപ്പുമായി തരും. നമുക്ക് വീണ്ടെടുപ്പുമായി എല്ലാം എവിടെയാണുള്ളത്? യേശു ക്രിസ്തുവിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. ഈ പരിശുദ്ധം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധവനായി മാറുന്നത്. അതല്ലാതെ നിങ്ങൾ സഭയിൽ രാവിലെ പോയി പോകുന്നതും ആരാധിക്കുന്നതും പാട്ട് പാടുന്നതും പാട്ട് പറയും പോലെ കേൾക്കുന്നതും സുവിശേഷം ചെയ്യുന്നതും കൊട്ടടിക്കുന്നതും ആടുന്നതും പാട്ടും ഇത് പരിശുദ്ധമല്ല. നിങ്ങൾ ആഴ്ച തോറും കറക്റ്റ് വരുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധം വരും. മുടങ്ങാതെ വരുവിൻ, പരിശുദ്ധം വരും. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുവിൻ, പരിശുദ്ധം വരും. ഇല്ല, ഇത് നിങ്ങളെ പറ്റിച്ച് നിങ്ങൾ വിഡ്ഢികളായിക്കോട്ടെ. അല്ല മക്കളെ, നിങ്ങൾ വീണ്ടും ജനിക്കണം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധം ലഭിക്കാൻ കഴിയുള്ളൂ. ആ ഉൽപ്പത്തിൻ്റെ ഭാഗം 3 പുറപ്പാടിൽ 3-5 ഭാഗങ്ങളുണ്ട്. പുൽപ്പടകൾ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മോശ നോക്കുമ്പോൾ പുൽപ്പടൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത് ചില്ലുകയാണ്. അപ്പം ദൈവം പറയാണ്, മോശയെ നിൽ, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ പരിശുദ്ധമായ ദൈവമാണ്. കാലിൽ കിടക്കുന്ന ഞാൻ നിൽക്കും. ഈ ഭൂമി പരിശുദ്ധമായ ഭൂമിയാണ്. ചെരുപ്പിനെ മാറ്റിയിടുക, ഊരിയിടുക. ഞാൻ എബ്രാഹിമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്, മാറ്റിയിടുക എന്ന്. അപ്പം എന്താണ് മോശ കണ്ടപ്പം ഉൾപ്പെടപ്പോൾ നിൽക്കുന്ന വെച്ച് അങ്ങനെ നീ കത്തുകയാണ്. പരിശുദ്ധമില്ല. അപ്പം പരിശുദ്ധം കൂടാതെ ആരും എൻ്റെ ദൈവത്തെ ദർശിക്കുവാൻ കഴിയത്തില്ല. അപ്പം പരിശുദ്ധം ആരാണ്? ദൈവം തന്നെയാണ് പരിശുദ്ധം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളെ. അത് യോഹന്നാൻ 1:12 പറഞ്ഞു. അപ്പം നമ്മൾ അവനെ കൈക്കൊള്ളണം. എങ്ങനെ? 2025 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് സ്വന്തം രക്തം ചിന്തി സകല പാപവും ശാപവും ഏറ്റെടുത്തത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ആ വിശ്വാസം ഏൽക്കുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? മകനായ മക്കളായെങ്കിൽ മാത്രമേ പരിശുദ്ധം അറിയാൻ കഴിയൂ, അല്ലാതെ വരാൻ കഴിയില്ല. അപ്പം മക്കളാവണം. അതിനും സ്വർഗീയ പിതാവിൻ്റെ മകനായി കഴിയുമ്പോൾ ഇവിടെ പരിശുദ്ധം വന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയാൻ പോലെ ആരും എന്തോ 1 യോഹന്നാൻ 2:20 അഭിഷേകം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഉള്ളതിനാൽ മറ്റവർ ഉപദേശിച്ച് തരണ്ട. ഇതാണ് അഭിഷേകം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട്. അഭിഷേകം എല്ലാം ദൈവം തന്നു കഴിഞ്ഞു. 2:27 കൊണ്ട് നമുക്ക് അഭിഷേകമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ പരിശുദ്ധമായ ദൈവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരായി കഴിഞ്ഞും? പരിശുദ്ധവനായി കഴിഞ്ഞു. വീണ്ടും പരിശുദ്ധ
സ്വഭാവം തന്നെ. ദൈവം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും അധികം നിങ്ങൾ ചെയ്യും. എന്താണ്? ആടുന്നതും പാടുന്നതും അല്ല അത്ഭുതങ്ങൾ അതിശയം ചെയ്യണം, അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അവർ പറഞ്ഞിരിക്കുന്നത്? യേശു ചെയ്ത കാട്ട് ഡബിൾ സ്വഭാവമാണ്. നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി, നല്ല ചിന്ത. ഇതൊക്കെയാണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നെയും കാട്ടി നിങ്ങൾ അധികം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്വഭാവത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഒട്ടും മത്തായി 5:14 പറഞ്ഞതുപോലെ നിങ്ങളുടെ നല്ല സൽപ്രവൃത്തികൾ ഈ ദേശം നിങ്ങളെ കാണുമ്പോൾ നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി, നല്ല നടപ്പ് ഇതെവിടെ നിന്ന് വരും? പരിശുദ്ധം വരുമ്പോഴാണ് നമ്മളെല്ലാം വരുന്നത്. അല്ലാതെ സഭയിൽ പോകുന്നത് മാത്രം കൊണ്ട് പരിശുദ്ധം വരുവാൻ കഴിയത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ എത്ര തന്നെ 5 വർഷമായാലും 10 വർഷമായാലും 15 വർഷമായാലും 25 വർഷമായാലും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം എന്നല്ലാതെ ഒരിക്കലും പരിശുദ്ധമാകാൻ കഴിയില്ല. നിങ്ങൾ പരിശുദ്ധമായിരിക്കണമെങ്കിൽ ഒരുത്തൻ ക്രിസ്തുവിൽ ജനിക്കണം. വീണ്ടും ജനിക്കാതെ ഒരുത്തൻ പരിശുദ്ധമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ. അതിൻ്റെ അർത്ഥം തന്നെ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മൾ. അത് തന്നെയാണ് യോഹന്നാൻ 15:1 പറഞ്ഞത്. മുന്തിരിവള്ളി കൊടിയിൽ കായ്ക്കാതെ നമുക്കൊരിക്കലും സ്വയം കായ്ക്കാൻ കഴിയില്ല. കൊമ്പിൽ കായ്ക്കാൻ മുന്തിരി സ്വയം കായ്ക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ആ 15:8 പറഞ്ഞത്. നിങ്ങൾ നല്ല ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും. എന്താണ് ഫലങ്ങൾ? ആ 15 യോഹന്നാൻ 15:8 പറഞ്ഞിട്ട് നിങ്ങൾ നല്ല ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും. ആ പരിശുദ്ധം വരുമ്പോൾ നല്ല ഫലം എന്താണ്? സ്നേഹം, ദയ, കരുണ, മനസ്സലിവ് എന്നുള്ള നല്ല ഫലങ്ങൾ ഞങ്ങളിൽ കൂടി പുറപ്പെടുവിക്കും. ഇത് ഈ ദേശം കാണണം. എത്ര പേർക്ക് ഇതുണ്ട് പരിശുദ്ധം? ആ പരിശുദ്ധമാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ വരാതെ ഒരിക്കലും പരിശുദ്ധം. അപ്പം പരിശുദ്ധമാരാണ്? ദൈവമാണ് പരിശുദ്ധം. പാസ്റ്ററാണ് പരിശുദ്ധം. പാസ്റ്റർ ഒരിക്കലും പരിശുദ്ധമാകാൻ കഴിയത്തില്ല. നമ്മളാണ് പരിശുദ്ധൻ. നമ്മളാണ് പരിശുദ്ധം എന്നാണ് യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് ശക്തിയോടുകൂടി ദൈവത്തെ ഹൃദയത്തിൽ 29 പറയുമ്പോൾ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ ശക്തിയോടും കേൾക്കുമ്പോൾ നമ്മൾ പരിശുദ്ധം വന്നു കഴിയുന്നു. ഈ പരിശുദ്ധം ഹൃദയത്തിൽ വരാതെ ഒരിക്കലും ദൈവത്തെ ദർശിക്കുവാൻ കഴിയാം. ഞാൻ സ്വപ്നം കണ്ട് അത് കണ്ട് വീട്ടിൻ്റെ ബെഡ്റൂമിൽ വന്ന് അത് വന്ന് ഇതെല്ലാം ഒരു കാശിനും കൊള്ളില്ല. അതൊന്നും അല്ല പരിശുദ്ധം. പരിശുദ്ധം എന്ന് പറഞ്ഞത് ദൈവത്തിനകത്ത് യേശു ക്രിസ്തു വരുമ്പോൾ ഞാൻ അവരിലും അവനിലും. എന്താണ് വചനം പറയുന്നത്? പിതാവ് എന്നിലും ഞാൻ നിന്നിലും ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നിങ്ങളിൽ വന്ന് വാസം ചെയ്തുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തും. ആ പരിശുദ്ധமான ദൈവം വരാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പരിശുദ്ധமான ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പരിശുദ്ധവനായിക്കൊണ്ടിരിക്കുന്നത്. അല്ല നിങ്ങൾ എത്ര കിലോമീറ്റർ നടന്നാലും നിങ്ങൾക്ക് പരിശുദ്ധം കിട്ടില്ല. മുട്ടയടിച്ചാലും കിട്ടൂല, വസ്ത്രങ്ങൾ മാറിയാലും കിട്ടൂല, എന്ത് ചെയ്താലും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശബരിമലയിൽ ഞാൻ പോയ കാലങ്ങളിൽ എന്ത് പോയി വന്നിട്ട് വീണ്ടും പഴയ രീതി തന്നെയാണ്. നമ്മൾ സഭയിൽ എന്താണ് പറയുന്നത്? കറക്റ്റാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധം. അതെങ്ങനെ മാറാൻ കിട്ടും? സഭയിൽ വന്നിട്ട് പോയി നമുക്ക് പരിശുദ്ധം ഒരുക്കാൻ കഴിയില്ല. പരിശുദ്ധമായ കർത്താവ് തന്നെയാണ് പരിശുദ്ധൻ. ആ പരിശുദ്ധനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും അവൻ നടത്തും. അപ്പൻ മകന ബന്ധത്തിലിരിക്കുമ്പോൾ നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ് നമുക്ക് വന്നു കഴിയും. ആ പുത്രത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തെ. നമ്മളിഞ്ഞാരും അന്യനും പരദേശിയുമല്ല. ആരാണ്? ഭവനക്കാരത്ര. അതാണ് എഫേസ്യർ 2:10 പറയുന്ന ഭാഗം. നമ്മൾ മൂലക്കല്ലായിട്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ മൂലക്കല്ലായി നമ്മൾ പരിശുദ്ധമാണ് വന്നു കഴിഞ്ഞു. ഒരു പാസ്റ്റർ തേടി പോകേണ്ട കാര്യമില്ല. ഒന്നും നീക്കണ്ട. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാ കാര്യങ്ങളും വെച്ചാൽ ദേശത്തിന് വേണ്ടുന്ന അയൽവക്കക്കാരോട് സ്നേഹം, വീട്ടിൽ നിന്ന് തുടങ്ങി അയൽവക്കക്കാരോട് സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹം, സ്വഭാവം, നല്ല സൽപ്രവൃത്തികൾ, അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ, നന്മകൾ. ഒരു തിന്മ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. ഒരു അനാവശ്യ വാക്ക് പോലും നമ്മുടെ വാതിൽ ഉച്ചാരണത്തിൽ കൂടിയ പ്രവൃത്തിയിൽ കൂടിയ ഒന്നും നമ്മൾ വരാൻ പാടില്ല. ആര് കണ്ടാലും നമ്മുടെ നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി അത് തന്നെയാണ് ആ പരിശുദ്ധമായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ അടയാളം. അത് തന്നെയാണ്. അല്ല ദിവസം പള്ളിയിൽ പോകുന്നത് കൊണ്ട് പരിശുദ്ധ വരാൻ കഴിയില്ല. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പരിശുദ്ധവനായിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി ഈ ദേശം നമ്മളെ കാണും. അയൽവക്കക്കാർ എല്ലാം സ്വന്തം ബന്ധം എത്താക്കണം. അവർ അനേകവരും നമ്മളിലേക്ക് ആ നല്ല പരിശുദ്ധ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അനേകവർക്ക് നമ്മൾ വാരി കൊടുക്കുന്ന മനുഷ്യനാണ്. എല്ലാം എൻ്റെ പോക്കറ്റിലേക്ക് എത്തുന്നാലും ഒരാൾ എന്താ കമൻ്റ് ഇട്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ വചനത്തിൽ പിഴവുണ്ടെങ്കിൽ പറയാം. കമൻ്റ് ഇട്ടിരിക്കുന്നില്ലേ? എന്താണ്? മുടീനെ ഒന്ന് കോതി വെച്ചുകൂടാ. ചിലപ്പോൾ ഫാനുള്ളത് ചില മുടി ചിലപ്പോൾ കോതിരിക്കാം. ആ മനുഷ്യൻ പറയണം മുടി ഒന്ന് കോതി വെച്ചുകൂടാ. അപ്പം ഞാൻ പറയണത് ഇത് എന്തിരുത്? അപ്പോൾ ഈ പറയുന്ന വ്യക്തി ആരാണ്? പണ്ട് യേശുവും യോഹന്നാനും പത്രോസും അവരെല്ലാം കൂടെ പണ്ട് ബ്യൂട്ടി പാർലർ പോയിട്ട് വന്നാണ് സുവിശേഷം ചെയ്തത്. അതാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഈ മനുഷ്യ
വചനത്തിൽ കുറവുണ്ടെങ്കിൽ പറ. അതാണ് യഥാർത്ഥം. പിഴവുണ്ടെങ്കിൽ പറ. അതല്ലാതെ മുടി അങ്ങനെ ഇരിക്കണേ, ഷേവ് ചെയ്തിരിക്കണം. അപ്പം നീ ആരാണ്? നീ ആരാണ്? വചനം പറയുന്നുണ്ടല്ലോ, നീ ആരാണ്? നീ യേശു നിൻ്റെ ഹൃദയത്തിലില്ല. നീ ലോകക്കാരനാണ്. ലോകക്കാരനായതുകൊണ്ടാണ് ലോകത്തിൻ്റെ കാര്യങ്ങൾ. ഞാൻ പറയുന്നതിന് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പിഴവുണ്ടെങ്കിൽ പറയാം, തെറ്റുണ്ടെങ്കിൽ. ഇത് കമൻറ്റ്. മുടി നേരെയില്ല, ഷേവ് ചെയ്തിട്ടില്ല, മുടി കോതിവൻ, ഇതെല്ലാം എന്താണ്? അപ്പം എന്താണ്? ഈ മനുഷ്യനാരാണ്? മാറണം. അപ്പോൾ എന്താണ്? ലോകക്കാരല്ലോ. കാരണം ഇന്ന് വരുന്ന പാസ്റ്റേഴ്സുമാർ എല്ലാവരും എന്തിനാണ് ചെയ്യുന്നത്? സൂപ്പർ സ്റ്റാറുകളെ പോലെ വരുന്നത്. അവരങ്ങനെ എല്ലാം ബ്യൂട്ടി പാർലർ, വീട്ടിനകത്ത് പ്രത്യേക റൂമുണ്ട്, പ്രത്യേകം ബ്യൂട്ടി പാർലറാണ് സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ ഒരു ബ്യൂട്ടി പാർലറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആ മുറിക്കകത്ത് കാണും. ഇരത്തി ജെന്റിൽമാനായിട്ട് ആണും പെണ്ണും എല്ലാവരും പാസ്റ്റേഴ്സുമാർ വീട് നിങ്ങൾ നോക്കി പ്രത്യേക റൂം കാണും. അവിടെ ബ്യൂട്ടി പാർലർ എന്നാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. അതിനകത്ത് വെയിലടി കഴിഞ്ഞാൽ അകത്ത് തന്നെ അവരിരുന്നു. വെയിലടിച്ച് കഴിഞ്ഞാൽ എല്ലാം പോകും. വരുമ്പോൾ ഇവിടെ കഴിയുമ്പോൾ ലുക്കും പരിശുദ്ധം. എന്തൊരു പരിശുദ്ധം? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്നുണ്ട് പരിശുദ്ധം. നല്ല ലുക്കായിട്ട് വരുന്ന പരിശുദ്ധം കൊണ്ട് ആരും ദൈവത്തെ ദർശിക്കാൻ കഴിയില്ല എന്ന് വചനം പറയുന്നു. എന്താണ് പരിശുദ്ധമാണ്? ആ പരിശുദ്ധമായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധമാകുക. എൻ്റെ ദൈവമക്കളെ, നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങൾ ഇനിയും പൊട്ടനാവരുത്. പറ്റിച്ചുകൊണ്ട് നിങ്ങൾ അടിമയായിട്ട് ഇരിക്കരുത്. നിങ്ങൾ സഭ വേണം, സഭയ്ക്കകത്ത് പോകണം, എല്ലാം വേണം. ഒന്നും നിങ്ങൾ നിർത്തിക്കറയരുത്. സഭ കൂട്ടായ്മ നമുക്ക് വേണം. അവിടെ ഒന്നിൻ്റെ മുമ്പിൽ യേശുവോട് ഐക്യത്തോട് നമ്മളിരിക്കുകയാണ്. നമുക്കത് വേണം. അതില്ലാതെ ഒരിക്കലും നമുക്ക് ദൈവബന്ധം എപ്പോഴും നമുക്ക് വേണം. ഈ ഭൂലോകത്ത് ദൈവം എന്തിനാണ് വന്നത്? ഈ ഭൂലോകത്ത് ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു ഭയങ്കരമായ ലോകമാണ്. ആ ബന്ധം നമുക്ക് യേശു കർത്താവ് നമുക്ക് നമ്മുടെ കൂട്ടായിരുന്നു കൊണ്ടും ഞാൻ നിന്നിലും നീ എന്നിൽ വസിച്ചിരിക്കുമ്പോൾ നമ്മളൊരു അപ്പൻ മകനെ ബന്ധത്തിരുന്നു കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരാതെ പരിശുദ്ധലാവാൻ കഴിയില്ല. അപ്പം പരിശുദ്ധവൻ ആരാണ്? പാസ്റ്റർ പരിശുദ്ധൻ. സഭയ്ക്കകത്ത് പോകണത് പരിശുദ്ധൻ. അല്ലെ വെളിയിൽ നിന്നൊരു പാസ്റ്റർ പ്രാർത്ഥിക്കണത് പരിശുദ്ധൻ. വീട്ടിൽ വന്ന പരിശുദ്ധൻ. 41 ദിവസം എടുത്ത പരിശുദ്ധൻ. നമ്മൾ സ്ത്രീക്കകത്ത് മുമ്പ് ഒരു സ്ത്രീ വന്നില്ല, ആ കുഞ്ഞുമില്ല, കാര്യമില്ല, ഒരു മുസ്ലിം സ്ത്രീയാണ് വന്നിരുന്നു. ഞാനിരുന്ന കാലഘട്ടത്തിൽ സഭയിൽ വന്നിരുന്നു. കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു 21 ആഴ്ച നിങ്ങൾ മുടക്കമില്ലാതെ വരുമെന്നുണ്ടെങ്കിൽ വരുന്നുള്ളൂ. 21 കഴിഞ്ഞ് 41 കഴിഞ്ഞു. ആ കുട്ടി എനിക്കറിയാം, ആ കുട്ടിയെ മുസ്ലിം സ്ത്രീയാണ്. പറ്റിപ്പ്. ഭർത്താവ് ഹിന്ദു. ഇതെല്ലാം വെറും പറ്റിപ്പാണ്. നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ പൊട്ടന്മാരാക്കി നിങ്ങൾ ഇന്നും ആ പാസ്റ്ററിൻ്റെ അടിമയായിരിക്കുകയാണ്. എൻ്റെ ദൈവജനമേ, ദൈവമക്കളെ, നിങ്ങൾ അടിമയാവരുത്. നിങ്ങൾ മക്കളല്ല. ഗലാത്യ 4:5-6 പറയുമ്പോൾ നിങ്ങൾ അടിമത്തിൻ്റെ മക്കളല്ല. നിങ്ങൾ അടിമത്തത്തിൻ്റെ മക്കളല്ല. നിങ്ങൾ ഭയപ്പെടുന്ന മക്കളല്ല. പുത്രത്തിൻ്റെ ആത്മാവിനല്ലേ നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വീണ്ടും എന്തിനാണ് ദൈവജനമേ നിങ്ങൾ ഇങ്ങനെ പോകരുത്. അടിമത്തനത്തിന് പോകരുത്. നിങ്ങളപ്പൻ്റെ പാദപീഠത്തിൽ മകനായിരുന്നു കൊണ്ട് മക്കളായി നിങ്ങളുടെ വിഷയങ്ങളെല്ലാം സംസാരിക്കുക. കുടുംബത്തിൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, അതിൻ്റെ കാര്യങ്ങൾ, സഹോദരങ്ങൾ കാണും, അയൽവക്കത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾ എന്ത് വെച്ച് കറി വെച്ച് മീൻ വെച്ച് കൊടുക്കലോ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഈ ആവശ്യമില്ലാതെ ഫോണിൽ കൂടെ നിങ്ങൾ 1 മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, ഇത് എന്തെൻ്റെ ആവശ്യം? ഈ സംസാരിക്കുന്ന നേരം കൊണ്ട് അപ്പൻ്റെ പാദപ്പെടുത്ത് നിങ്ങൾ ഇരിക്കുക. ഈ ഫോണിൽ കൂടെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇത് ഒരു തീരുമാനം നിൽക്കുന്നില്ല. വീണ്ടും കുറച്ച് ടെൻഷൻ വന്ന് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ആ സമയം കൊണ്ട് അപ്പൻ്റെ പാദപീഠത്തിലും നിങ്ങൾ സംസാരിച്ച് നോക്കി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പം നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ എന്ത് വിഷയം നിങ്ങൾ സംസാരിച്ച് നോക്കി. കൃത്യമായിട്ട് നിങ്ങൾ അപ്പൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട്, മകനായിട്ടിരുന്നു കൊണ്ട്, മക്കളായിട്ടിരുന്നു കൊണ്ട്, ഞാൻ കറക്റ്റ് 6 മാസം ഞാൻ പറഞ്ഞു, നിങ്ങൾ മാറ്റം വരും. മാറിയിരിക്കും. നിങ്ങൾ മാറി. നിങ്ങളെല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ മാറും. അതെ, ആദ്യം പറയുന്നുണ്ട് വചനം. മത്തായി 6:31 രാജ്യവും നീതി അന്വേഷിക്കുകയും സകലവും തരുമെന്ന് ദൈവം പറയുന്നുണ്ട്. എന്താണ് രാജ്യവും നീതിയും? ഇവിടെ തന്നെ രാജ്യവും നീതിയും വന്ന് ചോദിക്കുകയാണ് ആ സരസന്മാരും വന്ന് യേശു ക്രിസ്തു ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ സമീപത്തിൽ തന്നെ ഉണ്ടല്ലോ. സ്വീകരിക്കാൻ തയ്യാറില്ല. പരസ്യന്മാർ സമീപം യേശു തന്നെ അടുത്തുണ്ട്. അവരെന്ത് ചെയ്യാം? യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, കിണ്ടിക്കിണ്ണങ്ങളുടെ പുറമെയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്, അകം കഴുകുന്നില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഇവർ കുറേ വചനങ്ങൾ ഇവിടെ ഇടും, ദേഹത്തിടും. വചനം ഭയങ്കര മിടുക്കം.
നിക്കോത്തോമേസിനെ പോലെ വചനങ്ങളെ അറിഞ്ഞ മനുഷ്യന്മാരാണ്. എല്ലാം ദേഹത്തും വചന അകത്തും, ഇവിടെ വചനം ദേഹത്തൊക്കെ വചനം. അപ്പോഴാണ് യേശു അവരോട് ചോദിക്കുന്നത്, വചനങ്ങൾ ഇട്ടുമാണ്, നിങ്ങളെല്ലാം പിതാവിൻ്റെ മകനല്ല, നിങ്ങൾ സാത്താൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ അവർ, ഇല്ല ഞങ്ങൾ എബ്രാഹിമിൻ്റെ സന്തതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾ അനുസരിക്കുമല്ലോ. നിങ്ങളത് അനുസരിക്കില്ല, നിങ്ങൾ വെറും ശവക്കല്ലറകളാണ്. അതിനകത്തിരിക്കുന്ന പുറം തന്നെ കല്ലറ നല്ല വെളുകൾ, അകത്തിരിക്കുന്നത് വെറും എല്ലുകൾ. അതുപോലെയാണ് നിങ്ങൾ വായിക്കകത്തിരുന്നതോ എന്തിനാണ്? നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ കിണ്ടിക്കിണങ്ങൾ പുറമെയാണ് കഴുകേണ്ടത്. ആ വചനത്തിൽ അവർ ചോദിക്കുകയാണ്, നിൻ്റെ സ്നേഹിതന്മാർ കയ്യും കാലും കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് യേശു മറുപടി പറഞ്ഞത്, നിങ്ങളുടെ കിണ്ടിക്കിണങ്ങളുടെ പുറമേ കഴുകുകയാണ്, അകമല്ല കഴുകുന്നത്. മനുഷ്യ ഹൃദയത്തിനകത്ത് നിങ്ങൾ കഴുകുക, അതല്ല കിണ്ടിക്കിണങ്ങൾ പുറമേയല്ല കഴുകുക എന്ന് പറഞ്ഞ കണക്കാണ്. നേരത്തെ ഒരു മോൻ ഒരു വിശ്വാസി ചോദിച്ചില്ല, നിങ്ങൾ മുടി കോതി വയ്ക്കരുത്. ഇത് തന്നെയാണ് യേശു പറഞ്ഞത്. നിങ്ങൾ അതുകൊണ്ട് പാസ്റ്റർമാരുടെ വെളിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഹൃദയത്തിൽ ശുദ്ധപ്പെടുത്തണം. എന്ത് ചെയ്യണം? പരിശുദ്ധവാനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണം. അത് നാം എന്ത് ചെയ്യണം? അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉള്ളിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 1:12 പറഞ്ഞപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവമകനായി ദൈവമക്കളായി. ഇത് തന്നെയാണ് എഫേസ്യർ 1:13-14 പറഞ്ഞുകൊണ്ട്, അവൻ സുവിശേഷത്താൽ വിശ്വസിച്ചാൽ, സുവിശേഷം കേട്ട് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളിലേക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മ നമ്മളെ മുദ്രയിട്ട് കഴിഞ്ഞു. അപ്പം മക്കളായി കഴിഞ്ഞു. അപ്പോസ്തലർ പ്രവൃത്തി 1:8 ഇതിനായി പറഞ്ഞു, പരിശുദ്ധാത്മ നിങ്ങൾ ഈ ദേശത്ത് സാക്ഷിയായിട്ടിരിക്കും. സാക്ഷിയെന്ന് നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി, നല്ല രീതി, എല്ലാം നമ്മുടെ സ്വഭാവത്തിൽ കൂടി പരിശുദ്ധം വരുമ്പോൾ എല്ലാം വെളിപ്പെടും. അല്ല സഭയിൽ പോകുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരിശുദ്ധമാകാൻ കഴിയില്ല. നിങ്ങൾ 1 വർഷമല്ല, 5 വർഷമല്ല, 10 വർഷമല്ല, 10 വർഷമല്ല, നിങ്ങളെ ബൈബിൾ എത്ര 100 വർഷം ബൈബിൾ സ്കൂളിൽ പോയാലും ശരി തന്നെ എൻ്റെ ദൈവജനമേ പരിശുദ്ധവാനമാകല്ല. പരിശുദ്ധമെന്ന് പറയുന്നത് ഈ ബൈബിൾ ആരെഴുതിയോ ആ പരിശുദ്ധവാനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണം. ആ പരിശുദ്ധവാനായ ദൈവം ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് പരിശുദ്ധ ലഭിക്കാൻ കഴിയില്ല. നിങ്ങൾ സഭയിൽ പോകുന്ന മട്ട് പരിശുദ്ധ ലഭിക്കാൻ കഴിയില്ല. സഭയിൽ ആഴ്ചതോറും പോകുന്നതുകൊണ്ട് സഭയിൽ ലഭിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും പരിശുദ്ധ ലഭിക്കാൻ കഴിയില്ല. പരിശുദ്ധ ലഭിക്കാൻ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. നമ്മളെ കൊണ്ട് ജനിക്കുന്നത് ദൈവത്താൽ മാനസാന്തരം. നമ്മുടെ ഭാഗത്ത് പരിശുദ്ധം ദൈവത്തിൻ്റെ ഭാഗത്ത്. ഒരുത്തൻ വീണ്ടും ജനിച്ചില്ലാന്നുണ്ടെങ്കിൽ പരിശുദ്ധം ലഭിക്കാൻ കഴിയില്ല. അപ്പം നാം എന്ത് ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കും, നമ്മൾ ദൈവമക്കളായി. ഇനി നിങ്ങൾ പറ്റിച്ചതാവരുത്. പരിശുദ്ധം എവിടെയാണുള്ളത്? യേശുവിനാണുള്ളത്. നിങ്ങൾ ആഴ്ചതോറും അവിടെ പോയി, ഇവിടെ പോയി, ആ ക്ഷേത്രത്തിൽ പോയി, ഇവിടെ പോയി, പള്ളിയിൽ പോയി, നടന്നു പോയി, അമ്പലങ്ങളിൽ പോയി, അത് ചെയ്ത് ഇത് ചെയ്ത് പരിശുദ്ധം ലഭിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉണർന്നുകൊണ്ട് വീണ്ടും നിങ്ങൾ രൂപാന്തരം പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് മാത്രമാണ് പരിശുദ്ധമാണ്. പരിശുദ്ധം കഴിയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യത്തില്ല. തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പരിശുദ്ധ ഉണർത്തുള്ളത്തിൽ നിന്ന് നമ്മുടെ ദോശക്കല്ലിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ആവി വരുമില്ല സൗണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ഉണർത്തും. ഹൃദയത്തിനകത്ത് തെറ്റ് ചെയ്യുമ്പോൾ ഉണർത്തും. നീ തെറ്റ് ചെയ്യാൻ പോകത്തില്ല. തെറ്റ് പാപം ചെയ്യുമ്പോഴും നമ്മളെ ഉണർത്തും. തെറ്റായ വഴിക്ക് പോയാലും നമ്മളെ ഉണർത്തും. അതിന് ചെയ്യേണ്ടത് യേശു കർത്താവ് ഹൃദയത്തിൽ വരാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്, സത്യദൈവമാണ്. ആ സത്യദൈവമായ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വളർന്നുകൊണ്ട് പാസ്റ്ററുകൾക്ക് നിങ്ങൾ അടിമയാവരുത്. നിങ്ങൾ യേശു നിങ്ങളിനി ഭക്തരല്ല. അന്ന് ഭക്തരായത്, ഇന്ന് നിങ്ങൾ ഭക്തർ. ആർക്കും കിട്ടാത്ത വലിയ മഹാഭാഗ്യമാണ് നമുക്ക് നൽകി. എന്താണ്? മക്കളെന്ന മഹാഭാഗ്യം. എത്ര വലിയ മഹാഭാഗ്യം! താങ്ക് യു ജീസസ്. ഈ വലിയ മഹാഭാഗ്യമാണ് ദൈവം നമുക്ക്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ വീണ്ടും ഇരുട്ടിൽ എന്തിനാണ് ഇരിക്കുന്നത്? രാത്രി ആയാൽ പോലും ലോകത്തിന് രാത്രിയായിരിക്കും, പക്ഷെ നമ്മളല്ല. നമ്മൾ രാത്രിയിലും പകലാണ്. വെളിച്ചത്തിൻ്റെ മക്കളാണ് തന്നല്ലോ. പിന്നെന്താണ്? പകലിന് മാത്രം. രാത്രിയിൽ നമ്മൾ വെളിച്ചമാണ്. പോകുന്നവരൊക്കെ രാത്രിയാണ്, പക്ഷെ നമ്മൾ വെളിച്ചമാണ്. അപ്പം നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായിരുന്നു കൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും പരിശുദ്ധത്തോടെ നടക്കുകയും എല്ലാ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളിനി ദുഃഖിക്കപ്പെടില്ല, ഒന്നും ചെയ്യില്ല. എന്താ പറയുമ്പോൾ യോഹന്നാൻ 14:27 നിങ്ങൾ സന്തോഷം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നവണ്ണം യോഹന്നാൻ 14:27 പറയുന്നത്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പോകുന്നില്ല. ആരുടെ സമാധാനം? ദൈവത്തിൻ്റെ സമാധാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൽ ചെന്ന് നോക്കുമ്പോൾ ആകാശവും നീലവെള്ളവും ഒന്നുപോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ കലക്കമില്ല. അതുപോലെ തന്നെയാണ്
നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആ വചനം പറയുകയാണ്. പത്രോസ് 2:1 ആകയാൽ നിങ്ങൾ സകല ദുഷ്ടതയെ വിട്ട് ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലെ വീണ്ടും വചനം വന്ന പാൽ കുടിക്കുകയും വാഞ്ചിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വീണ്ടും ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തിനാണ് അവന് ഒരേ ചിന്ത, വിശപ്പ്, ആകാരം, പാല് കുടിക്കണം, വാഞ്ച. നമുക്ക് ആ വാഞ്ച ഉണ്ടോ? അപ്പോൾ ആ കുട്ടിക്ക് ഒരേ ചിന്ത, പാല് കുടി, നമുക്ക് വചനമെന്ന വാഞ്ച നമുക്ക് വേണം. ഇപ്പോൾ കുറിച്ച് ജന്യനെ പോലെ നമ്മുടെ ഹൃദയത്തിൽ വേണം. അത് വരുമ്പോഴാണ് നമ്മളെന്താണ് പരിശുദ്ധമായത്. ആ പരിശുദ്ധ വഴി നമ്മുടെ ഹൃദയത്തിന് മറ്റേ ചിന്ത ഒന്നും വരത്തില്ല. പരിശുദ്ധം കൂടാതെ ആരും ദൈവത്തെ രക്ഷിക്കാനില്ല. പരിശുദ്ധം ഇവിടെ വന്നു കഴിഞ്ഞു. യേശു ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധം വന്നു കഴിഞ്ഞു. എൻ്റെ ദൈവമക്കളെ, ഒന്നുകൂടി നിങ്ങൾ അപ്പം എൻ്റെ പാദപീഠത്തിൽ മക്കളായിരുന്നു കൊണ്ടും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ സകലവരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കും.